ഇപ്പൊ വില ഇത്രയും കൂടിയിരിക്കുമ്പോൾ സ്വർണം വിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ വിൽക്കാൻ ചെല്ലുമ്പോഴാണ് മലയാളികൾ ഒരു പാഠം പഠിക്കുന്നത്. പഴയ സ്വർണം വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന് വില കുറച്ചു കൊടുക്കാൻ ഒരുപാട് തന്ത്രങ്ങളുണ്ട് അവരുടെ കയ്യില്. ഈ വിൽക്കപ്പെടുന്ന സ്വർണം മുഴുവനും നികുതി വെട്ടിച്ചാണ് വിൽക്കപ്പെടുന്നത്. വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ പുതിയ മാർക്കറ്റിൽ കാണുന്ന വില കിട്ടുന്നുണ്ടോ? സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വില കൂടി, പിന്നീട് കുറഞ്ഞു, ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുന്നു. ഏറ്റക്കുറച്ചിലുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന അവസ്ഥയാണുള്ളത്. സ്വർണ്ണവിലയെക്കുറിച്ചാണ് ഇന്ന് മേരി ജോർജ് മാഡമായിട്ട് ചർച്ച ചെയ്യുന്നത്. നേരത്തെ 2 എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മേരി ജോർജ് മാഡം, സ്വർണ്ണവില 60,000 രൂപ വരെയൊക്കെ താഴാനുള്ള സാധ്യതയുണ്ട് എന്ന് മാഡം കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചതാണ്. ട്രംപ് മാറിയാലേ വിപണിക്ക് സ്ഥിരതയുണ്ടാകൂ, സ്വർണ്ണവില കുത്തനെ കുറയണമെങ്കിൽ ഇനി ആഗോളതലത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്നൊക്കെ മാഡം വിശദമായി തന്നെ പറഞ്ഞതാണ്. ഇനി ഈ സ്വർണ്ണവില ഇങ്ങനെ മാറി മറിഞ്ഞാലും ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് സ്വർണം സുപ്രധാനമാണ്. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇപ്പോൾ സ്വർണം വിൽക്കുന്നതാണോ വാങ്ങുന്നതാണോ നല്ലത്? ഇപ്പൊ വില ഇത്രയും കൂടിയിരിക്കുമ്പോൾ സ്വർണം വിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ വിൽക്കാൻ ചെല്ലുമ്പോഴാണ് മലയാളികൾ ഒരു പാഠം പഠിക്കുന്നത്. ഈ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ച് ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കേണ്ട എന്നപ്പോൾ അവർക്ക് തോന്നും. അതായത് വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ പറയുന്നത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്നാണ്. 1000 ടൺ ഒഫീഷ്യലായിട്ട് തന്നെ 1000 ടണ്ണോളം സ്വർണമാണ് ഒരു വർഷം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നത്. അതിന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര ടൺ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത്രയും ടൺ സ്വർണം വിൽക്കപ്പെടുന്ന ഇന്ത്യയിൽ, കേരളത്തിൽ എന്താണ് എല്ലാം സ്വർണ്ണാഭരണങ്ങളാക്കി നമുക്കറിയാം. പാതാതികേശം സ്വർണത്തിൽ മുങ്ങി പെൺകുട്ടികൾ വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ പെൺകുട്ടി അങ്ങനെ വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്നതിന്റെ അഡ്വർടൈസ്മെന്റ്സ് കൊടുത്താണ് പെൺകുട്ടികളെയും മാതാപിതാക്കളെയും, അതായത് സ്നോബിഷ്നസ്, വെറും ഈ പറയപ്പെട്ട അഡ്വർടൈസ്മെന്റ്സ് എല്ലാം കണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരാണ് എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിലാണ്, അതായത് ലൈറ്റ് വെയിറ്റ് ഗോൾഡും അല്ല ഹെവി വെയിറ്റ് ഗോൾഡും ഒക്കെ ആയിട്ട് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നവർ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലത്. ഇത് വിൽപ്പനയ്ക്ക് ചെല്ലുമ്പോൾ വിറ്റ അതേ കടക്കാരൻ പോലും പണിക്കുറവ്, മാറ്റുകുറവ്, അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ്, ഓൾഡ് സ്റ്റൈൽ പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാങ്ങിയതിൻ്റെ 50% പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ സ്വർണം നിങ്ങൾ വാങ്ങി വെക്കുന്നുവെങ്കിൽ അത് സോവറിൻസ് ആയിട്ട് വാങ്ങി വെക്കുക. നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് എപ്പോ വേണമെങ്കിലും അത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഒരു പക്ഷേ സോവറിൻസ് ആയിട്ട് വെച്ചാൽ പണയം വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാമായിരിക്കും. പക്ഷേ സോവറിൻസ് നിങ്ങൾക്ക് വിൽക്കാമല്ലോ ആവശ്യം വരുമ്പോൾ. അത് മാത്രവുമല്ല, കുറച്ച് സ്വർണം ആഭരണങ്ങളാക്കി, വളരെ കുറച്ച് സ്വർണം മാത്രം ആഭരണങ്ങളാക്കി വെക്കുക. അങ്ങനെ കുറച്ച് സ്വർണം ആഭരണങ്ങളാക്കി വെച്ചാൽ ആവശ്യം വരുമ്പോൾ അത് പണയം വെക്കുകയും ചെയ്യാം. വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വർണം പണയം വെച്ചല്ലല്ലോ നടത്തുക സാധാരണ രീതിയിൽ. അപ്പൊ അങ്ങനെ സ്വർണം പണയം വെക്കാൻ മാത്രമായിട്ട് കുറച്ച് ആഭരണങ്ങളാക്കുക, ബാക്കി മുഴുവൻ സോവറൻസ് ആയിട്ട് സൂക്ഷിക്കുക. അതൊരു വലിയ സമ്പാദ്യം തന്നെയായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഡയമണ്ട്സ് ആയിട്ടോ എങ്ങനെ വെച്ചാലും അത് തിരിച്ച് നിങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കേണ്ട. അതിനൊക്കെ എനിക്ക് തന്നെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു ചാനലിൽ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്, എനിക്ക് തന്നെ പറ്റിയ അബദ്ധങ്ങൾ. ഈ പലരും സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്നതിനാൽ പഴയ സ്വർണം വിൽക്കുന്നുണ്ട്. ഇത് നല്ലതാണോ? ഒരു സാമ്പത്തിക ലാഭം നോക്കുമ്പോൾ എന്താണ്, ഗുണമാണോ? ഇത് തീർച്ചയായിട്ടും നല്ലതാണ് സാമ്പത്തിക ലാഭം നോക്കുമ്പോൾ. പക്ഷെ അവരോട് തന്നെ ചോദിക്കണം അവരുടെ അനുഭവം എന്താണ്. അവർ ഈ പഴയ സ്വർണം കൊണ്ട് വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ പുതിയ മാർക്കറ്റിൽ കാണുന്ന വില കിട്ടുന്നുണ്ടോ, അതോ അതിന്റെ 50% വിലയാണോ കിട്ടുന്ന? പല തന്ത്രങ്ങളാണ് സ്വർണ്ണ വ്യാപാരികൾ ഉപയോഗിക്കുന്നത്. ഈ പഴയ സ്വർണം വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന് വില കുറച്ചു കൊടുക്കാൻ ഒരുപാട് തന്ത്രങ്ങളുണ്ട് അവരുടെ കയ്യിൽ. സ്വർണ്ണ വ്യാപാരികൾ ഏതെല്ലാം തരത്തിലാണ് സമ്പത്ത് വാരിക്കൂട്ടുന്നത് എന്നതിന്റെ ഏതാനും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാമല്ലോ എന്തുമാത്രം സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളാണ് ഒരൊറ്റ സ്വർണ്ണ വ്യാപാരിയുടെ പേരിൽ തന്നെ
കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും വിദേശത്തും ഒക്കെ ആയിട്ട് എന്തുമാത്രം സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളാണ് ഉരുത്തിരിയുന്നത്. അത് അവരുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു കണക്കാണ്. അതായത് അതുപോലെ തന്നെ പ്രധാനമാണ്, സ്വർണമാണ് ഏറ്റവും കുറഞ്ഞ GST. അതായത് 3% GST ഉള്ളു സ്വർണ്ണ വജ്ര ആഭരണങ്ങളിൽ എഴുതുന്നത്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും 5% GST ഉള്ളപ്പോഴാണ് 3% GST. പക്ഷേ കേരളത്തിലെ ഒരു 30,000 കോടി രൂപ സ്വർണം വിറ്റ് കിട്ടേണ്ട സ്ഥാനത്ത് 1000 കോടിയിൽ താഴെയാണ് കിട്ടുന്നത്. അതായത് ഈ വിൽക്കപ്പെടുന്ന സ്വർണം മുഴുവനും നികുതി വെട്ടിച്ചാണ് വിൽക്കപ്പെടുന്നത്. 1 ഗ്രാമോ അര ഗ്രാമോ ഒക്കെ വാങ്ങാൻ ചെല്ലുന്നവരിൽ നിന്ന് മാത്രം കൃത്യമായിട്ട് നികുതി വാങ്ങും. ആ നികുതി പണം മാത്രം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തുന്നതും അങ്ങനെയാണ് നമ്മുടെ വ്യാപാരികൾ. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.41% ആണ് കേരളത്തിലെ പോപ്പുലേഷൻ. പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിന്റെ 10%-ലധികം ഉപഭോഗിക്കുന്നത് കേരളത്തിലാണ്. എന്ന് വെച്ചാൽ അരിയും ഒക്കെയാണ് അത്രയും തിന്നുന്നതെന്ന് വിചാരിക്കരുത്. എല്ലാം നമ്മള് എന്താ പറയുക, ഇലക്ട്രോണിക് ഗുഡ്സും മറ്റതുപോലെയുള്ള എന്താ പറയുക ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളാണ് കേരളം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരിക. അപ്പൊ ഈ മേഖലകളിലൊക്കെ സർവത്ര നികുതി വെട്ടീര് നടക്കുന്നുണ്ട്. ആ നികുതി വെട്ടീര് വളരെ സമർത്ഥമായിട്ട് എന്താണ് കൈപ്പിടിയിലാക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലെ ദാരിദ്ര്യം തീരുകയുള്ളൂ. അപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരം തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഒരു തരത്തില്, അതായത് ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കൊടുത്ത് പിന്നെ സാധാരണക്കാരെ പാട്ടിലാക്കി അവരെ വെട്ടിലാക്കുന്നു, അവരെ കടക്കണിയിലാക്കുന്നു. മറുഭാഗത്ത് സർക്കാരിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ അതും ഇവര് ആവാഹിച്ചെടുത്ത് ഇവര് ധനക്കാരാകും. അതായത് സ്വർണ്ണ വ്യാപാരികൾ പണക്കാരാകുന്നു, അതേ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് ശുഷ്കമാകുന്നു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും എന്താ പമ്പര വിഡ്ഢികളെ പോലെ അഡ്വർടൈസ്മെന്റ് കണ്ട് അതിൽ വീണ് സ്വർണം വാങ്ങിക്കൂട്ടി അവസാനം എങ്ങും എത്താതെ. അതോ മാത്രമാണോ, ഇപ്പൊ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യൂ, അതിന്റെ കോച്ചുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വർണ്ണ പാദസരമിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യരുത്, സ്വർണ്ണാഭരണങ്ങളിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യരുത്. കേട്ടിട്ടുണ്ടാവും. അതായത് ബോംബെയിൽ നിന്നൊക്കെ കള്ളന്മാര് ഗ്യാങ് ആയിട്ട് പ്ലെയിനിൽ കയറി കേരളത്തിലെത്തുന്നു, എന്നിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്തിനാ? ഒരുപാട് ദൂരം യാത്ര ചെയ്യാനല്ല, കാലിൽ നിന്ന് പാദസരവും അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ കഴിവതും കൊന്നും കൊല്ലാതെയും ഒക്കെ എടുത്ത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആഭരണങ്ങളൊക്കെ ഇടിയിച്ചു കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ യാതൊരു ആഭരണവും ഇല്ലാതെ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളോടൊപ്പം യാത്രയിൽ കൊണ്ടുപോവുക. നിങ്ങളൊന്ന് കണ്ണടയ്ക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ കുഞ്ഞിനെയും റാഞ്ചി കൊണ്ടുപോകുക. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരം കൊണ്ട് സർക്കാരും നന്നാകുന്നില്ല, ജനങ്ങളും നന്നാകുന്നില്ല, പക്ഷെ വ്യാപാരികൾ നന്നാകുന്നുണ്ട്. മാഡം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും? തീർച്ചയായിട്ടും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് സ്വർണത്തിന്റെ മൂല്യം മുകളിലേക്കല്ലാതെ താഴേക്ക് പോകില്ല. നമുക്കത് പെട്ടെന്ന് വിറ്റൊഴിവാക്കാം, വിറ്റ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. മാഡം, ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്വർണം വാങ്ങുന്നവരോടും വിൽക്കുന്നവരോടും മാഡത്തിന് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി. അതായത് നിങ്ങൾ സ്വർണം വാങ്ങുന്നുവെങ്കിൽ അത് സോവറിൻ ആയിട്ട് വാങ്ങി വെക്കുക. വളരെ കുറച്ചു മാത്രം ലൈറ്റ് വെയിറ്റ് ഗോൾഡ് ആഭരണങ്ങൾ ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്കൊരു മകൾ ഉണ്ടെങ്കിൽ ആ മകളുടെ വിവാഹത്തിനൊക്കെ വളരെ ലൈറ്റ് സ്വർണം ചോദിച്ചു വരുന്നവന് പെണ്ണിനെ കൊടുക്കാതിരിക്കുക. അതായത് പെണ്ണാണ് ധനം എന്നുള്ളത് ഓർത്തിരിക്കുക. നിങ്ങളുടെ മകളിൽ, നിങ്ങളുടെ മകനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മകളിലും ഇൻവെസ്റ്റ് ചെയ്താൽ അവൾ അവനെ പോലെ തന്നെ മിടുക്കിയായിട്ട് വരും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പെണ്ണാണ് ധനം, അല്ലാതെ അവളെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന സ്വർണമല്ല ധനം. ആ ധനമായിട്ടുള്ള പെണ്ണിനെ അന്വേഷിക്കുക, ധനമായിട്ട് നിങ്ങളുടെ പെൺകുട്ടിയെ വളർത്തുക. അതല്ലാതെ അവളെ മൂടി പൊതിഞ്ഞ് സ്വർണം കൊടുത്ത് ആരുടെയെങ്കിലും കൈ കൊടുത്തുവിട്ട് പിറ്റേന്ന് സൂയിസൈഡിലേക്കും ഒക്കെ പോകുന്ന ഒരവസ്ഥ. കൂടുതൽ സ്വർണം വേണം, കൂടുതൽ സ്ത്രീധനം വേണം, സ്ത്രീ തന്നെ ധനം എന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്തുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ മകളെ കൊടുത്തയക്കുക.
ആ മകൾക്ക് വേണ്ടി സ്വർണം വാങ്ങി കൂട്ടാതിരിക്കുക. ആ മകൾക്ക് വേണ്ടി സ്വർണം വാങ്ങി കൂട്ടിക്കോളൂ, അത് പക്ഷെ സോവറിൻസ് ആയിട്ടായിരിക്കണം, ആഭരണമായിട്ടായിരിക്കരുത്. അത് അങ്ങനെ സ്വർണം അതായത് യുക്തിസഹമായി മാത്രം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, യുക്തിസഹമായി മാത്രം സ്വർണം ഉപയോഗിക്കുക. അതായത് 60,000-ലേക്ക് സ്വർണത്തിന്റെ വില പതുക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുക, ഈ ട്രംപ് കൊണ്ടുവന്ന വ്യാപാര യുദ്ധം സമാധാന യുദ്ധമായി മാറുക, സമാധാനത്തിലേക്ക് എത്തിയ, അതായത് വ്യാപാര സാഹചര്യം, ആഗോള വ്യാപാര സാഹചര്യം പഴയതുപോലെ ട്രംപിന്റെ വരവിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറുക. അങ്ങനെ മാറുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വില പതുക്കെ പതുക്കെ താഴോട്ട് വന്ന് 60,000-ലൊക്കെ സെറ്റിൽ ചെയ്യാനാണ് സാധ്യത. കാരണം ഒറ്റയടിക്ക്, അതായത് ട്രംപ് വന്നതിന് ശേഷമാണ് 57,000 ആ റേഞ്ചിൽ നിന്ന സ്വർണത്തിന്റെ വില പെട്ടെന്ന് ഇങ്ങനെ 97,000 വരെ. അതായത് നമ്മൾ ഓർക്കണം, ഒരു വർഷം പോലും ആയിട്ടില്ല ജനുവരി 20-ന് പിന്നെ പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണം ചെയ്ത ട്രംപ് ഒക്ടോബർ 22 ആകുമ്പോഴത്തേന് 97,000-ലേക്ക് സ്വർണത്തിന്റെ വില എത്തിച്ചു. അത് ആ തരത്തിലുള്ള ഒരു കുതിപ്പ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാവില്ല. സ്വർണത്തിന്റെ പക്ഷെ താഴേക്ക് പോകുന്നത് ഒരു കുതിപ്പായിട്ടായിരിക്കേയില്ല, പതുക്കെ പതുക്കെ ആയിരിക്കും താഴേക്ക് വരുന്നത്. 60,000-ങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതാണ് സ്വർണത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത്.